വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇലക്ഷനിൽ നമ്മൾ ഇന്നലെ 11 മണ്ഡലങ്ങൾ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മൊത്തത്തിൽ. അപ്പൊ ഇത് ബാക്കി ജില്ലകളിലൂടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിജുചേട്ടന് വളരെ നല്ലപോലെ അറിയാവുന്ന ഒരു മണ്ഡലമാണ്. BJPക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരുപാട് BJP വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും വളർച്ച പ്രാപിക്കുന്ന മണ്ഡലമാണ്. അനന്ത സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ ഇത്തവണ ആലപ്പുഴയിൽ ഏതൊക്കെ സീറ്റുകളാണ് വിജയസാധ്യതയുള്ളത്, ആരൊക്കെയാണ് ആലപ്പുഴയിൽ ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളത്, എന്താണ് ആലപ്പുഴയിലെ നിലവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ജി സുധാകരന്റെ കാര്യം അടക്കം നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ 10-30 കൊല്ലം ഈ BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ നിന്നൊക്കെ ABPയുടെ ഉത്തരവാദിത്തം ഇറങ്ങിയതിന് ശേഷം അന്ന് ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ജില്ലയുടെ. അപ്പൊ അവിടുത്തെ ഒരു പൊളിറ്റിക്സ് എനിക്കറിയാം. പക്ഷെ ആ പൊളിറ്റിക്സ് എന്നൊക്കെ ഇപ്പൊ ഒരുപാട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം ഒരിക്കലും അവിടെ BJP വരില്ല എന്ന് കരുതിയ പല സ്ഥലങ്ങളും മാറിയിരിക്കുന്നു. വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ VS അച്യുതാനന്ദന്റെ വിപ്ലവ സിംഹം അല്ലെങ്കിൽ വിപ്ലവ നായകൻ എന്ന് പറയുന്ന പുന്നപ്പുറ വയലാറിന്റെ മകൻ VS അച്യുതാനന്ദന്റെ ബൂത്തിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി. ജി സുധാകരന്റെ ബൂത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവ് തന്നെയാണ് ജി സുധാകരൻ, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ, കോൺഗ്രസ്സുകാരനായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ബൂത്തിൽ BJP ഒന്നാമതെത്തി. വയലാറിൽ BJP ഒന്നാമതെത്തി. പിന്നെ ഇതൊക്കെ വിപ്ലവം മണ്ണാണ് ധനുഷ്, പാർട്ടി ഗ്രാമങ്ങളാണ്. അതുപോലെ എന്റെയൊക്കെ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നതിനടുത്തൊക്കെ ഉള്ള പാർട്ടി ഗ്രാമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ BJPയിലേക്ക് ഒരു വോട്ട് ഒഴുകുന്ന കാഴ്ച കാണാൻ കഴിയും. ഒരുപാട് സ്ഥലങ്ങളിൽ പറയാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സ്ഥലം പുന്നപ്പുറ വയലാറിന്റെ, ഇതെല്ലാം ഒരു അത്ഭുതം പോലെയാണ് അത് കണ്ടു നിൽക്കാൻ കഴിയുന്നത്. അത് എങ്ങനെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്കാർ മാറ്റിയെടുത്തതൊന്നുമല്ല. ജനം ഓട്ടോമാറ്റിക്കലായിട്ട് ചിന്തിച്ച് വലിയ രീതിയിലൊരു ഒഴുക്ക് BJPയിലേക്ക് സംഭവിച്ചതാണത്. കാരണം കാലാകാലങ്ങളിലായിട്ട് ഈ CPM-നോടുള്ള എതിർപ്പാണത്. കാരണം CPM-നും കോൺഗ്രസിനും മാത്രം തീരെഴുതി വെച്ചിരുന്ന പല പഞ്ചായത്തുകൾ, 8 പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്രാവശ്യം ജയിച്ചത്. എനിക്ക് കേരളത്തിൽ 8 പഞ്ചായത്ത് ജയിച്ച ഒരു ജില്ല വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോർപ്പറേഷൻ അല്ല പറഞ്ഞു, ഇവിടെ കോർപ്പറേഷൻ ഇല്ലല്ലോ, ഒരു മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല വളർച്ച BJP നേരിട്ടുണ്ട്. ലോക്സഭയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 2-3 മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെ നിർണയമൊക്കെ കഴിഞ്ഞപ്പോൾ, സ്ഥാനാർത്ഥി നിർണയമല്ല, സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ആകെ പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് ചെങ്ങന്നൂരും മറ്റൊന്ന് ഹരിപ്പാടുമാണ്. ഹരിപ്പാട് ശ്രീ സന്ദീപ് വചസ്പതി ഒരു ടൈറ്റ് മത്സരം കാഴ്ചവെക്കാൻ സാധ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ അവിടെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ 1-2 സ്ഥാനത്തേക്ക് ചെന്നിത്തലയും വാചസ്പതിയും കൂടെ വന്നാലും അത്ഭുതപ്പെടാനില്ലാത്ത ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഹരിപ്പാട് മാത്രമല്ല, സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന ഒരു നേതാവ് എഴുതിത്തള്ളാൻ കഴിയാത്ത വിധം BJPയുടെ നേതൃത്വനിലയിലേക്ക് ഉയർന്നു വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. മറ്റൊന്ന് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ബേസ് വോട്ട് വളരെ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഇടമാണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രവർത്തനമൊന്നും അത്ര വലിയ ഭംഗിയായിട്ട് ഇതുവരെ അങ്ങനെ മുമ്പോട്ട് പോയിട്ട്. പക്ഷെ കഴിഞ്ഞ തവണ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥി MG ഗോപകുമാർ എന്നുള്ള സ്ഥാനാർത്ഥി ഏതാണ്ട് 40,000 വോട്ടിനടുത്ത് പിടിച്ചിരുന്നു. അപ്പോ എന്താകും എന്നറിയില്ല. ഏതായാലും ഈ 2 മണ്ഡലങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. പക്ഷെ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്ന് അരൂരാണ്. അരൂർ BJPക്ക് വലിയ വിജയം നേടിയ മണ്ഡലം. അത് CPM-ന്റെ ഒരു കോട്ടയായിരുന്ന അരൂരാണ്. ആരിഫും പിന്നെ പാട്ടുകാരി ദലേമയൊക്കെ ജയിച്ച മണ്ഡലമാണ്. അവിടെ നിന്നൊക്കെ അത് മാറിക്കൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പൊതുവെ ആ അമ്പലപ്പുഴയും ഒക്കെ പതുക്കെ ഗ്രാജുവലി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ്. അമ്പലപ്പുഴ ആയാലും ആലപ്പുഴ ആയാലും ഒക്കെ. ഈ കായംകുളവും ഒക്കെ ഈ അടുത്ത കാലത്താണ് വലിയ ബൂമിങ്ങിലേക്ക് അവർ എത്തിയത്. പക്ഷെ എങ്കിൽ തന്നെയും വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും ഈ ഹരിപ്പാടും ചെങ്ങന്നൂരുമാണ് നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഉറ്റുനോക്കുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇനി നമ്മൾ ഉള്ള ആ ആലപ്പുഴയുടെ ഒരു പിക്ചർ ഇപ്പൊ ഇതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പിക്ചർ. ഇനിയിപ്പോ കോട്ടയത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കോട്ടയത്തോട്ട് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മുടെ കോൺഗ്രസ് അവിടെ വൈക്കത്ത് നമ്മുടെ സണ്ണി M കബിക്കാടിന് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അവസാനം തേച്ചൊട്ടിച്ച് കയ്യിൽ കൊടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ സണ്ണി M കബിക്കാട് പറഞ്ഞ എന്താ അറിയാം ബിജുചേട്ടാ, പിന്നിൽ RSS സമ്മർദ്ദമൊന്നും, കോൺഗ്രസ് ഇയാൾക്ക് സീറ്റ് കൊടുക്കാത്തത് RSS സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളതാണ്. നാളെ ഇയാൾക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുമ്പോഴും ഇയാൾ പറയുമല്ലോ ഇത് RSS സമ്മർദ്ദം മൂലമാണെന്ന് എന്ന് പറഞ്ഞുള്ള ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളും മുഴുവൻ.
ഇയാൾക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്തോട്ട് പോയ സി കെ ജാനുവിനും സീറ്റില്ല. അപ്പൊ സി കെ ജാനു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് മാന്യമായിട്ടുള്ള പരിപാടിയല്ല, നിങ്ങൾ പറയണ്ടേ, സീറ്റില്ലെങ്കിൽ ഫോൺ വഴിയെങ്കിലും വിളിച്ച് പറയണ്ടേ എന്ന് പറഞ്ഞ്. പുള്ളിക്കാരി എൻ ഡി എയിലായിരുന്നു. എൻ ഡി എയിലായിരുന്നപ്പോൾ പുള്ളിക്കാരി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരി അത് പോരാന്ന് പറഞ്ഞ് പോയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എനിക്ക് കോട്ടയം വരുമ്പോ വരുന്നത്. എന്താണ് അവിടുത്തെ ബി ജെ പിയുടെ ഒരു അവസ്ഥ? വി ഡി സതീശന് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ രണ്ടു മൂന്ന് സംഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയായിരിക്കുന്നു. കാരണം ഈ പോയ വഴി കൂടെ പോയി സണ്ണി കപ്പിക്കാട് എന്ന് പറയുന്ന അങ്ങേർക്ക് സീറ്റ് കൊടുത്തിട്ട് അങ്ങനെ പുള്ളിക്കൊക്കെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞത് തന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞു പാർട്ടി പോലും സീറ്റ് കൊടുക്കാന്ന് പറയത്തില്ല. കാരണം അതിനുള്ള എന്താണ് അദ്ദേഹത്തിനുള്ള ഇത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെയല്ല. ഫേസ്ബുക്കിലെ ലൈക്ക് വോട്ടാകത്തില്ലല്ലോ. അപ്പം സീറ്റ് കൊടുക്കാന്ന് പറയുക, ജാനുവിന് സീറ്റ് കൊടുക്കാന്ന് പറയുക. ബി ജെ പി എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ വെച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ജാനുവിനൊക്കെ അവർ സീറ്റ് കൊടുത്തത്. അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഈ കോൺഗ്രസ് കണക്ക് ഭരണം പിടിക്കാനിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇങ്ങനെയൊക്കെ ഓഫർ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ ഈ അദ്ദേഹത്തിന്റെ എതിരാളികൾ പറയുന്ന കണക്ക് അദ്ദേഹത്തിന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു പോകും. തെറ്റ് പറയാൻ കഴിയില്ല. ഇനി കോട്ടയത്തിന്റെ സ്ഥിതിയിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ കോട്ടയം പഴയതുപോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണ. കുറഞ്ഞതൊരു 4 മണ്ഡലത്തിൽ അവർക്ക് ശക്തമായ മത്സരം ഇപ്പോൾ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. അതിലൊരു 3 മണ്ഡലങ്ങളിൽ നിർണായകമായ മത്സരമുണ്ട്. ഒന്നതിൽ പൂഞ്ഞാറാണ് ശ്രീ പി സി ജോർജിന്റെ മണ്ഡലം. അദ്ദേഹം ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ നിലവിൽ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക്. കാരണം എതിരാളികൾക്ക് ഇടയിൽ തന്നെ കുറെ പി സി ജോർജിന്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു. പി സി ജോർജ് പറയുന്നത് വിജയിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പി സി ജോർജ് പൂഞ്ഞാർ വിജയിക്കുമോ ഇത്തവണ? പി സി ജോർജ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണയായിരുന്നു, അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണയായിരുന്നു പി സി ജോർജ് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ്. കാരണം അവിടെ ഈ എസ് ഡി പി അടക്കം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പുള്ളിക്കെതിരെ പരസ്യമായി തെരവിളിക്കുകയും എതിരായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വാഹനം തടഞ്ഞു. ഇടതും വലതും ഒക്കെ നല്ല കോമ്പറ്റീഷൻ അവിടെ കാഴ്ചവെച്ചു. എന്നിട്ട് പോലും പി സി ഒരു 40-ന് മേൽ വോട്ട് പിടിച്ചു അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട്. അദ്ദേഹം ഇന്ന് ബി ജെ പി ഒന്നുമല്ല, പിടിച്ചു. അന്ന് ബി ജെ പി അവിടെ പിടിച്ചത് 20-ന് വോട്ട് പിടിച്ചു. 19,000 സംതിങ് വോട്ട് കണ്ടാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 വോട്ടുകൾ, അതായത് പ്രതികൂല അവസ്ഥയിൽ അവർ 60,000 വോട്ട് ഈ 2 കൂട്ടരും പിടിച്ചിട്ടുണ്ട്. പി സിയുടെ വ്യക്തിപരമായിട്ടും ബി ജെ പിയുടെ പാർട്ടി ലൈനിലും പിടിച്ച വോട്ടുകൾ 60,000 ഉണ്ട്. അതായത് പ്രതികൂല സാഹചര്യത്തിൽ. ഇപ്പൊ പ്രതികൂല സാഹചര്യം പി സിക്ക് ഇല്ല അവിടെ. കാരണം പി സി പറഞ്ഞതൊക്കെ ഏറെക്കുറെ സത്യമാണെന്ന് അവിടുത്തെ ക്രിസ്തീയ വിഭാഗത്തിലും ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പി സിക്ക് അവിടെയുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവിടുത്തെ മുക്കും മൂലയും അറിയാം, എല്ലാ വീട്ടുകാരെ അറിയാം, എല്ലാവരെയും അറിയാം. പിന്നെ അദ്ദേഹം ഒരു പൊതുസമ്മതനാണ്. ഈ അവിടുത്തെ ഈ എസ് ഡി പി ഐക്കാർ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് പൊതുസമ്മതം. കാരണം എല്ലായിടത്തും ഓടിയെത്തും. പി സിയുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ. എല്ലായിടത്തും മരിപ്പ് വീടായാലും കല്യാണ വീടായാലും ചെറിയ പ്രശ്നം ഉണ്ടായാലും അവിടെ ഓടിയെത്തുകയും ബഹളം ഉണ്ടാക്കുകയും അതിനുവേണ്ടി കുറച്ചൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് പി സിയെ സംബന്ധിച്ച് അവിടെ ഒരു നല്ല മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലം ഈ പാലയാണ്. ഷോണിനെ കുറിച്ച് ഇങ്ങനെ പലരും പറഞ്ഞിരുന്നു. ഇങ്ങനെ ഷോണോടെ വർക്ക് തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പൊ ഷോൺ ഈ ബി ജെ പിക്ക് അറിയാൻ മുതൽ അതിന് മുമ്പോട്ട് ഷോണോടെ ഇത് ചെയ്യുന്നുണ്ട്. അത് ഈ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് പഞ്ചായത്തുകളോട് ഈ പാലയിൽ ഇപ്പൊ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ചേർത്തല്ല, നേരത്തെ ചേർത്തിരുന്നതാണ്. അതുണ്ട്. അതൊക്കെ ഈ പി സിയുടെയും ഈ ഷോണിന്റെ ഒക്കെ ഒരു തട്ടകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ ഷോൺ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള, എനിക്ക് 217 ബൂത്തുകളാണ് ഈ പാലാ നിയോജകമണ്ഡലത്തിലുള്ള. ഈ 217 ബൂത്തുകളും ഷോൺ ആക്റ്റീവ് ആക്കിയിട്ട് വളരെ നല്ല ഒരു പ്രവർത്തനം നേരത്തെ മുതൽ തന്നെ അവിടെ ഷോൺ തുടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അവിടുത്തെ നിന്നുള്ള ഒരു പൾസ് എന്ന് പറഞ്ഞാൽ ഷോണിന് വലിയ മുന്നേറ്റം തന്നെ നടത്താൻ കഴിയും. ഞാൻ ഈ മുന്നേറ്റം എന്ന് പറയുമ്പോൾ അത് ജയിക്കോ തോക്കോ നമ്മൾ പറയുന്നത് ശരിയല്ല, നമുക്ക് പറയാനും കഴിയില്ല. അത് പ്രവചനം ഒന്നേ പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രവചനം എന്നാ പറയുന്നതിന്. നമ്മൾ പ്രവചനിക്കാൻ ആളല്ല, നമ്മൾ പ്രവാചകരല്ല നമ്മൾ. പക്ഷെ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന കാരണം വെച്ചാൽ അവിടുത്തെ എതിരാളികൾ ഈ മണി സി കാപ്പനാണ്. മണി സി കാപ്പനോട് അവിടെ ഒരു വലിയ വികാരം തന്നെ ഉയർന്നിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ, കാരണം അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല എന്നൊരു വികാരം. ഇതേ വികാരമാണ് പൂഞ്ഞാറിലും ഉള്ളത്. അതുപോലെ തന്നെ ഈ ജോസ് കെ മാണിയോട് ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും ഒരു എതിർപ്പ് നിൽക്കുന്നുണ്ട്. കാരണം മാണിയോടുള്ള സ്നേഹം മകനോടില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തോറ്റുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ നല്ല, കാരണം ഈ പാലയെ സംബന്ധിച്ച് പറഞ്ഞാലേ ധനുഷ്, ബി ജെ പി ഒന്നും അല്ലാതിരുന്ന കാലത്ത് ഈ 2004 നമ്മുടെ ഈ പി സി തോമസ് അന്ന് കേന്ദ്രമന്ത്രി ആയിരുന്നു. നമ്മുടെ ഈ പിറ്റിച്ചാക്കോട്ടെ ഇവിടെ വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് എൻ ഡി എക്ക് ഒരു സീറ്റ് കിട്ടി കേരളത്തിൽ. ധനുഷിന് അറിയാവുന്ന അറിയത്തില്ല, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഈ മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് കിട്ടിയത്. അതിനകത്ത് ഈ പാല വരുന്നുണ്ട്. അന്ന് ഈ പാലയിൽ 10,000 വോട്ടിന്റെ ഹൈപ്പ് ഇതുണ്ടായിരുന്നു, മേൽക്കൈ ഉണ്ടായിരുന്നു. പി സി തോമസ്. അപ്പം അദ്ദേഹം ജയിക്കുമ്പോൾ 10,000 വോട്ടിന്റെ മേൽക്കൈ 2004 ഉണ്ടായിരുന്ന സ്ഥലമാണ് പാല. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ബി ജെ പി ആണെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വോട്ട് ചെയ്യാതിരിക്കത്തൊന്നുമില്ല. 2004 2004 എന്നൊക്കെ പറയുമ്പോൾ കടുത്ത യാഥാസ്ഥിതികരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ എല്ലായിടത്തും ഉള്ള സമയമാണ് ഈ 2004 എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെ അല്ല. ഇന്ന് പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഒരുപാടുണ്ട്. അന്ന് ഇല്ലായിരുന്ന കാലത്ത് പോലും അത്ര വോട്ട് പിടിച്ചൊരു സ്ഥലമാണത്. അപ്പൊ അവിടെ പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി ഞാനൊരു അത്ഭുതം പോലെ നോക്കിക്കാണുന്ന ഒരു സ്ഥലം വൈക്കമാണ്.
ഈ വൈക്കത്ത് അവര് പഴയ MLA കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. പഴയ CPM MLA കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തു. ഇപ്പൊ നിലവിലുള്ള MLA CPIക്കാണ് അവർ സീറ്റ് കൊടുത്തിരുന്നത്. ആ MLAയോട് വലിയ ഒരു ആഭിമുഖ്യം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവർക്കില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. അതൊരു വലിയ ഒരു, കാരണം അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് വൈക്കത്ത്. BJPക്ക് വോട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വിന്നിംഗ് സ്റ്റൈലിലേക്ക് അവർ അവിടെ മാറിയിരിക്കുന്നു വൈക്കത്ത് നിന്നാണ്. പിന്നെ അവർ ചെയ്തിരിക്കുന്ന ഒന്ന് കാഞ്ഞിരപ്പള്ളിയാണ്. ശ്രീ ജോർജ് കുര്യനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്. ജോർജ് കുര്യൻ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ മുമ്പ് കണ്ണന്താനമൊക്കെ വളരെ പെട്ടെന്ന് വന്ന് സ്ഥാനാർത്ഥിയായി കണ്ണന്താനം വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കണ്ണന്താനം പോലെ അല്ല ജോർജ് കുര്യൻ. കുറച്ചുകൂടെ ജനകീയമായിട്ട്, കണ്ണന്താനം അത്രത്തോളം ജനകീയമായിട്ടൊന്നും ഇടപെട്ടിരുന്നില്ല. ജോർജ് കുര്യൻ പിന്നെ ആ ഏരിയകൾ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്നതും ജനങ്ങളെ കുറച്ചുകൂടെ അത്യാവശ്യം അറിയാവുന്നതും ജനകീയമായിട്ടൊരു മുഖം കൂടിയാണ്. അങ്ങനെ 4 മണ്ഡലങ്ങൾ ഉണ്ട്. അതിൽ 3 മണ്ഡലങ്ങൾ തീവാറും പോരാട്ടമാണ് നടക്കുന്നത്. ഇനി നമ്മൾ മൊത്തത്തിൽ കോട്ടയം എടുത്തു കഴിഞ്ഞാൽ കോട്ടയത്ത് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ കേരള നിയമസഭയിൽ വരണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ. അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. കാരണം ഈ നാട്ടിലെ സാധാരണ സ്ത്രീകളുടെയും പാവപ്പെട്ടവരുടെയൊക്കെ പ്രശ്നം അവർ കുറഞ്ഞ പക്ഷെ നിയമസഭയിലെങ്കിലും ഉന്നയിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ആൾ ആരാന്ന് വെച്ചാൽ അത് PC ജോർജ് ആണ്. PC ജോർജ് നിയമസഭ വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു രസമെന്ന് മാത്രമല്ല പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇപ്പൊ 2 പേര് നിയമസഭയിൽ ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ബാക്കിയുള്ളവർ ജയിച്ചു വരിക അതല്ല ഞാൻ പറഞ്ഞത്. ഈ 2 പേര് മാത്രമാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനിയിപ്പോ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? എറണാകുളം എപ്പോഴും കോൺഗ്രസിൽ ഒരു വലിയ ചായ്വ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ എറണാകുളത്തേക്ക് വരുമ്പോൾ ഇത്തവണ BJPക്ക് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? BJP എപ്പോഴും ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ പുറകെ പോകുന്ന ഒരു പാർട്ടിയാണല്ലോ. ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവിടെ ആകെ ഗുണം കിട്ടാൻ പോകുന്ന സ്ഥലം കുന്നത്തുനാടാണ്. കുന്നത്തുനാട് നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അവിടെ ജയിക്കാം. അവിടെ 2020 എന്ന് പറയുന്ന BJPയുടെ സഖ്യകക്ഷിയാണ്. രണ്ടാമത് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ. അത് അവിടെ ഒരു പൊളിറ്റിക്കൽ മത്സരമായിരുന്നു നടത്തേണ്ടത്. അവിടെ ഇപ്പോൾ ഒരു സിനിമാ താരമാണ് മത്സരിക്കുന്നത്. അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പൊളിറ്റിക്കൽ മത്സരമായിരുന്നു തൃപ്പൂണിത്തുറ നടന്നിരുന്നുവെങ്കിൽ തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. കാരണം പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനമാണ് തൃപ്പൂണിത്തുറയുള്ളത്. ഈ നടന്മാരെയൊക്കെ നിർത്തി ആള് കൂടുക, അവരെ കാണാൻ വേണ്ടി വരുന്നതാ. വോട്ടൊന്നും വീഴത്തില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ മത്സരം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന നടൻ, ആ താരത്തെ കൊണ്ടുവന്ന് തൃപ്പൂണിത്തുറ ഇറക്കിയാലും മതിയായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇതിനേക്കാൾ ഭേദമല്ല. അതെ, തമ്മിൽ തൃക്കാക്കര എപ്പോഴും സെലിബ്രിറ്റി മണ്ഡലം എല്ലാവരുടെയും. അപ്പം കുറച്ചുകൂടെ ഹൈപ്പ് ഉള്ള ഒരു സെലിബ്രിറ്റി മൂഡിലുള്ള ഒരു സംഭവം അത്. പക്ഷെ തൃപ്പൂണിത്തുറ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഭേദം അതായിരുന്നു. പറയുമ്പോൾ എല്ലാം നമ്മൾ പറയാനുള്ളൂ. തൃപ്പൂണിത്തുറ വലിയ രീതിയിൽ നഗരസഭ ഭരിക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കുന്നത്. അപ്പൊ അത്രത്തോളം വോട്ടുള്ളവരുടെ കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ മത്സരം ആകാമായിരുന്നു. ഏതായാലും അവിടെ ആകെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ 2 ഒന്ന് കുന്നത്തുനാടും ഇതുമാണ്. പിന്നെ അങ്കമാലിയിലൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാം എന്നല്ലാതെ അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷകളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ടോട്ടലി പറഞ്ഞു വരുമ്പോൾ ആലപ്പുഴയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന 2, കോട്ടയത്തേക്ക് വരുമ്പോൾ അത് 4, അത് 4ൽ 3 വളരെ ടൈറ്റ് ആണ്. അപ്പൊ 3-ും 2 5ആയി. ഇപ്പൊ എറണാകുളത്തേക്ക് വരുമ്പോൾ 1 മണ്ഡലമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 5 1 6. അപ്പൊ ഇന്നലെ നമ്മൾ 11 പറഞ്ഞു. 11ഉം 6ഉം ഏതാണ്ട് 17 ഹൈ പൊട്ടൻഷ്യൽ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.